കുറവുണ്ടല്ലോ, അംഗങ്ങൾ കുറവുണ്ടല്ലോ. പ്രശസ്ത എല്ലാം ചിരിച്ചിട്ടില്ല. ബായ് ബായ് പറയും. അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ മണുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു നോമ്പുതറയാണ്. അതൊരു സ്പെഷ്യൽ നോമ്പുതറയാണ്. WCC ഒരു എന്താ പറയുക, ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ അല്ല, അതുമായി ബന്ധപ്പെട്ട് വേറൊരു സ്ഥലത്തൊരു നോമ്പുതോറ ഉണ്ട്. അപ്പോൾ നമ്മളെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. പിന്നെ അതും നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഞാൻ എന്തായാലും അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. പോണ വഴിക്ക് ആണോ? എവിടെ നോക്കട്ടെ, എന്താ പ്രശ്നം? നോക്കട്ടെ, ടയറ് പഞ്ചറായിക്കാണ്. അപ്പൊ നിങ്ങളെ മറ്റേ അവരിങ്ങളറിയില്ല, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ തന്നെയാണ്. ഷഹീർ, മറ്റേ മൈ വൈബ്സ് എന്നൊക്കെ പറയില്ല. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഓരോ വണ്ടിയിൽ നമ്മളെ വണ്ടിയിലും പോവാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയിരുന്നു. അപ്പോഴാണ് കുട്ടിയുടെ ഉറങ്ങുന്നുണ്ട്, നല്ല അടിപൊളി ഉറക്കത്തിലാണ്. അപ്പൊ അങ്ങനെ ഓരോ ടയറ് പഞ്ചറായപ്പോ ഇനി പഞ്ചറടിയിൽ അപ്പുറത്ത് നിർത്തിയിട്ട് അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചു. എടാ ഇതിൽ രണ്ടാൾ കയറണ്ട, പഞ്ചറായതല്ലേ, ഇതില് കയറിക്കോ. സഫായിൽ കയറി, അപ്പൊ പിന്നെ ടയർ പഞ്ചറാവും. സഫാൻ കയറിയ പിന്നെ ടയർ പഞ്ചറാവൂലേ? പോവാം, ബാക്കിൽ സ്ഥലങ്ങൾ പോവാം. ഇന്ന് ഞായറാഴ്ച പഞ്ചറടയൊക്കെ ഉണ്ടോ? എന്നാ പഞ്ചറടക്കാരൻ എന്തോ ഒരു നല്ല പൈസ ഇടപാടുണ്ട്. ആ സത്യം, ഇവിടെ എങ്ങനെ തന്നെ കറക്റ്റ് പഞ്ചറട മുമ്പിൽ വെച്ചിട്ടാണല്ലോ. ടയർ ഷോപ്പിന്റെ മുന്നിൽ തന്നെ അല്ലേ, എന്നിട്ട് അങ്ങോട്ട് സൈഡ് ആക്കിയത്. ഒരു കറക്റ്റ് ആയിട്ട് ആണി ഇങ്ങനെ വെച്ച് എന്റെ ബലമായ സംശയം ഒരു വാണം വിചാരിച്ചിട്ട് ആണി കറച്ച പോലേക്ക് തോന്നിയത്. പിന്നെ മോശല്ലേ. ഇതാണ് ഓട്ടോസ്റ്റാൻഡ് കേട്ടോ. ഇവിടെ പറഞ്ഞോ, എവിടെന്ന് പറഞ്ഞോ? കോഴിക്കോട് റോഡ് ഏതാ? അതാ ആ റോട്ടിനോ നമ്മള്. എന്നിട്ടോ ആണല്ലേ? ആ ഓക്കെ ഓക്കെ. ഓ താങ്ക് യു. സ്വീകരിക്കാനൊന്നും സമയമില്ല, കാരണം ഇപ്പൊ വാങ്ങി കൊടുക്കും. എങ്ങനെ നിങ്ങളെ കിട്ടുന്നുണ്ടല്ലോ, നിങ്ങളെ പ്രത്യേകിച്ച് ഇട്ടുണ്ട്. ആരെടുത്താ എവിടെ ഇരിക്കണേ? അവിടെ ഇരിക്കാം, വാ. ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഓ ടീമിലെ അംഗങ്ങൾ കുറവുണ്ടല്ലോ. അംഗങ്ങൾ കുറവുണ്ടല്ലോ. പ്രശസ്ത വ്ളോഗർമാരായിട്ട് ഇവരൊന്നും അങ്ങനെ കാണാൻ കിട്ടൂല. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്റെ മെയിൻ ആൾക്കാരാണ് ഇവരെല്ലാവരും. മാഷാ അല്ലാ, എല്ലാരും വീഡിയോയും കാണാറുണ്ട്. അടിപൊളിയാണ് അല്ലേ? അല്ലോ മാഷാ അല്ലാ. എന്നാ ട്രെയിനിൽ ഇറങ്ങി 2 ദിവസം. അല്ല സാധാരണ കുട്ടീനെ കാണാലോ കേട്ടോ, സാരല്ല. അവിടെ കുട്ടിയോടെ? ആ കുട്ടിയോടല്ലേ? ഓക്കെ. കൊടുക്കും പറ്റുമോ? ഇതെന്താണെന്നറിയോ? ശരിക്കും കിഡ്നി പേഷ്യൻ്റ് വെൽഫെയർ സൊസൈറ്റി. മാഷാ അല്ലാ. ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു നല്ലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വരുന്നതാണല്ലേ. അപ്പോൾ കിഡ്നി പേഷ്യൻറ്റിൻ്റെയൊക്കെ എന്തൊക്കെയോ ആണ് തോന്നുന്നുണ്ട്. മാഷാ അല്ലാ. വെള്ളം കുടിച്ചോ? ഇവിടുത്തെ വെറൈറ്റി എന്താണെന്ന് അറിയോ? ഇതിൻ്റെ ഒപ്പം തന്നെ ഫുഡും ഉണ്ട്. അത് ഷെയറൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സെറ്റാക്കിയതാ.
ഇതിൽ പറയണ്ടോ? ഇനി ഒന്നും പറയാലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ കുട്ടിയതാ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നല്ലോണം ചിരിച്ചിട്ടുണ്ട്. ബായ് ബായ് പറയും. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അറിയണതും അറിയാത്തതുമായ കുറേ ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ്. അതൊക്കെ ഫുഡ് ഇഷ്ടമായി? ഇഷ്ടമായോ? ഇഷ്ടമായില്ലാന്നോ? ആയില്ലാന്നോ? ആ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റാഫാ മുമ്പത്തെ സ്റ്റാഫാണല്ലേ? പറയേ. ഇപ്പൊ ലീവിലാണ് ഇവിടെ. ലീവിലാണ്. ഇവിടെ എന്താണ് സംഭവം എന്താണെന്നൊക്കെ അറിയില്ല, അതുകൊണ്ട് ഞാൻ വന്നപ്പോഴാണ് കാണുന്നത് താനാളൂർ പിന്നെ കിഡ്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം, അതുകൊണ്ട് ചോദിക്കാം. ഇവിടെ പറഞ്ഞോ. ഇവിടെ ഇപ്പൊ നമ്മള് 36 പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 3 ഷിഫ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാം. ഡയാലിസിസ് പേഷ്യൻസ് ഫ്രീ ആയിട്ടാണ്. പേയ്മെന്റ് ഒക്കെ കമ്മിറ്റിയും പിന്നെ നമ്മുടെ താനാളൂർ പഞ്ചായത്തിലെ നാട്ടുകാരും ഒക്കെ കൂടി സഹകരിച്ച് പോണ ഡയാലിസിസ് സെന്റർ ആണ്. അതെ അതെ. പിന്നെ ഇവിടെ 87 പേര് ഇതുവരെ നിലവിൽ 35,000 ഡയാലിസിസ് ഇവിടെ കഴിഞ്ഞു. ടോട്ടൽ ഇവിടെ 35,000 ഡയാലിസിസ് കഴിഞ്ഞു. എല്ലാവർക്കും നല്ല രീതിയിൽ ഡയാലിസിസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. മനസ്സിലായല്ലോ അല്ലേ? അതായത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ കിഡ്നി പേഷ്യൻറ്റേജിൽ അവർക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്യൂലേ? മാഷാ അല്ലാഹ്, അടിപൊളി. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇത് നമ്മളെ പുതിയ പാട്ടിൻ്റെ പ്രൊഡ്യൂസർ. എവിടെ സെലിന? പോയോ? അങ്ങോട്ട് പോയോ? ശരിക്കുള്ള പ്രൊഡ്യൂസർ വേറെ ഉണ്ട് ഇതൊക്കെ. ഹലോ സൽന, ഞാൻ പറയേ ഇതൊരു പ്രൊഡ്യൂസർ എന്ന് പറയാം. അപ്പൊ ഇവര് പറയാം ശരിക്കുള്ള പ്രൊഡ്യൂസർ ഇതാണെന്ന് പറയാം. എന്താ വിശേഷം? വിശേഷം സുഖം. നമ്മുടെ പാട്ടിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? പാട്ട് അടിപൊളിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു, ഇപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ പാട്ടെന്നൊക്കെ പറഞ്ഞുള്ളതാണ്. താങ്ക് യു. ഹലോ മോളെ, ഞങ്ങൾ വന്നപ്പോഴും അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. പിന്നെ അതല്ല, അങ്ങനല്ല, എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് പോകുമ്പോഴും ഓല് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഡയാലിസിസ് സെന്ററിനെ. ഇവര് ചാരിറ്റി ബേസിലാണ് ചെയ്യുന്നത്. അടിപൊളിയാണ്. എന്താ വിശേഷം? എല്ലാരും ഉണ്ടല്ലോ ഇവിടെ? സുഖല്ലേ എല്ലാവർക്കും? എന്താ പാട്? നല്ല പാടല്ലേ? സുഫാൻ എവിടേക്ക് ഓടുന്നു? ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ള് ആൾക്കാരാണ്. അതൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടേ ഇറങ്ങുന്ന ആൾക്കാരെന്നറിയാം. ഓൻ അവിടെ അല്ലാതെ ഓനെ പരിചയപ്പെടാൻ വല്ല വകുപ്പുണ്ടോ? ആഗ്രഹം പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെടണം. ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. അല്ലെ, ഇങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴും കിട്ടലില്ല, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു പോയതാന്നൊക്കെ. അല്ലേ, നല്ല ഓല നാട്ടിലൊക്കെ നല്ല ആരാധകരുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടലില്ല, അപ്പൊ പെട്ടെന്ന് റെക്കോർഡ് ചെയ്താണ് ഞാൻ. അല്ലേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു കാറ്റിൽ ഉലയാതെ ഒരു തിരയിൽ തകരാതെ ഈ ജന്മത്തിൻ കടവിൽ തുണയാകാൻ ഇവനുണ്ട്. അതെന്നാ ഡാൻസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പാട്ടിഷ്ടാണോ? ഏത് പാട്ടാ ഇഷ്ടം? ഒരു ഉമ്മയെ കണ്ടു ഞാൻ ഒരു 10 വർഷം മുമ്പൊക്കെ എന്നെ അറിയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സുഫാന്റെ കുറച്ച് നോട്ടീസോ അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാൻ ദാ ജിൻസിനെ പറവിൻ കാതോർത്തിരിക്കുന്നു. ഒപ്പം ലേസയും അല്ലേ ലേസ? അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം ഇതിൽ ആരാണ് തൊട്ടിക്കുന്നത് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ തൊട്ടിക്കുന്നത് ഇയാളല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളല്ല തൊട്ടുന്നത്, നിങ്ങളല്ലാന്ന് പറയുന്നുണ്ട്, പക്ഷെ തൊട്ടിക്കുന്നത് ഇയാളാണ്. ആണോ?
അടുത്ത പോവാ ഒരു അവസാന ചെയിൻ സോങ്ങിലേക്ക് ജിൽഷാദിനെ എല്ലാവരും ക്ഷണിച്ചു. അല്ല വേറെ ആരും പറഞ്ഞു ആ പാടാണ് മൂസിനെ ക്ഷണിക്കാൻ. മുസിനാക്കി ഒരു പാട്ട് പാടിട്ട് പോകെ മൂസിനാണ് കേട്ട് പാടി ആരും പാടുന്ന മതിയോ? അധികൃതമായി ക്യാമറയിൽ പകർത്തുന്നു. നീലക്കൊയിലെത്രേ നമ്മളൊക്കെ ഒന്ന് റിയാക്ഷൻ ചെയ്യേ ഇവനൊക്കെ ഒന്ന് റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങിക്കണോ അപ്പൊ? അല്ല അത് കട്ടിയാ അതോ കട്ടിയാൻ പറഞ്ഞോ വിചാരിച്ചേ അതിന് വെള്ളം ചായ പോലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിടുത്തമുട്ടാണ്. ടയറൊക്കെ പഞ്ചർ അടിച്ചിക്കണു. ലസ ടയർ പഞ്ചറടക്കാൻ പോണോ? ഞങ്ങള് പോട്ടടാ. ഓക്കെ.